കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയോട് രേണു സുധിക്ക് യാതൊരു വിധ താല്പര്യമില്ലായിരുന്നു. അപ്പൊ താങ്കൾ പറയുന്നു കല്യാണം കഴിക്കാൻ രേണു സുധി താങ്കളോട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. രേണു സുധി ബിഗ് ബോസിനകത്തേക്ക് പോയ രേണു സുധി അതിനകത്തുനിന്ന് മാത്രമാണ് പണി മേടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. പുറത്തും ചേച്ചിക്ക് നല്ല മുട്ടം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തിരിക്കുന്നതുകൊണ്ട് മാത്രം അതൊന്നും ചേച്ചി അറിയുന്നില്ല. അതിൻ്റെ പേരിൽ വായ്ത്താളം അടിക്കാൻ വരുന്നില്ല എന്നേ ഉള്ളൂ. പാവം രേണു സുധി. ബിഗ് ബോസ് ഒരിക്കലും ചേച്ചി മറക്കത്തില്ല. ചേച്ചിയുടെ എയർ ഹോസ്റ്റസ് കഥ, എയർ ഇന്ത്യ, ബാംഗ്ലൂരു, തിരുവനന്തപുരം ഒരു ബെൽറ്റ് പോലും ഇടാൻ അറിയത്തില്ല എന്ന് ഇന്നലെ തെളിഞ്ഞു കഴിഞ്ഞേക്കുവാണ്. അതുകൊണ്ട് ഇനി അതിനകത്ത് വലിയ ചോദ്യം പറച്ചിലൊന്നും വേണ്ട. എന്നാൽ അതൊന്നും അല്ല. ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയോട് പുള്ളിക്കാരത്തിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നടേ. ഇത് ഞാൻ നേരത്തെ കേട്ടൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് നിങ്ങളോട് വന്ന് പറയാൻ പറ്റത്തില്ല, കാരണം യാതൊരു തെളിവുകളും ഇല്ല. ഇപ്പൊ ഒരാൾ നേർക്ക് നേർ ഓൺലൈൻ മീഡിയയുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് രേണുവിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു സുധിയോട്. അതും ഏകദേശം സുധിയുടെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി. അയാളാണ് വന്ന് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നെ ഒന്ന് റൂട്ട് ചെയ്യാനും നോക്കിയതാ രേണു എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറെ ചിക്കിളിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തി പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ അതൊന്ന് കാണിക്കണം. കൂടാതെ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. അത് അവസാനം പറയാം. അതിനു മുമ്പ് എല്ലാവരും കാത്തിരിക്കുന്ന രേണു സുധിയുടെ കള്ളക്കാമുകനെന്നൊന്നും പറയണ്ടല്ലേ. വേണ്ട വേണ്ട, അത് മോശമായി പോകും. അല്ലെ, മോശം ഒക്കെ നോക്കണോ ഈ കാര്യത്തിൽ. പോട്ടെ. എന്താണെങ്കിലും പാവപ്പെട്ട സുധിയുടെ ഒരു മുഖച്ചായൊക്കെ ഒരു ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യടേ. കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ താഴെ ഹൈറ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ. അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിലേക്ക് പോവാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ അവരുടെ അച്ഛൻ വിളിക്കാറുണ്ട്, അമ്മ വിളിക്കാറുണ്ട് വെച്ചാൽ ഇത് പണം ആവശ്യപ്പെട്ടുള്ള വിളിയാണോ അതൊരു നോർമൽ ആയിട്ടുള്ള ഫോൺ കോളുകളാണ്? നോർമലായിട്ടുള്ള കോൾ എന്ന് വെച്ചാൽ അച്ഛനെ വിളിക്കുന്നത് നോർമലായിട്ട് വിളിക്കുന്നത്. രേണുവിനെ വിളിക്കുന്നത് പൈസ ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത്. ആ പൈസയ്ക്ക് ആവശ്യം മാത്രമേ ഇങ്ങനെ വിളിക്കാറുള്ളൂ. പൈസ ആവശ്യപ്പെട്ട മാത്രമേ വിളിക്കാറുള്ളൂ. ശരിക്കും കടമായിട്ട് പൈസ ചോദിക്കണോ അതോ ഒരു സഹായം എന്നുള്ള രീതിയിലാണോ? മുമ്പ് റിട്ടേൺ തരാമെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന വിളിക്കുകയാണ്. പിന്നെ കുറച്ച് വന്നപ്പോഴേ സുധിയേട്ടനെ വീട്ടിൽ പോയതല്ലേ, വീട്ടിൽ ചെന്നപ്പോഴേ സുധിയേട്ടൻ്റെ ഓർമ്മ നമുക്ക് പാടില്ല. സുധീരൻ അത് ഇറിറ്റേഷനാണ് പുള്ളിക്കാരിക്ക്. പിന്നെ ഞാൻ ഒരിക്കൽ സുധീരൻ്റെ ഫോട്ടോ ചെയ്ത് കൊടുത്തായിരുന്നു, എങ്ങനെ കല്യാണ ഫോട്ടോ ആയിട്ട്. അപ്പോൾ പുള്ളിക്കാരി അത് ഇഷ്ടപ്പെട്ടില്ല. സുധീരനെ ഇഷ്ടമല്ല, അത് സുധീരൻ്റെ ഫോട്ടോ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. എന്നാൽ അതിൻ്റെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ ഒരു മീഡിയ വരികയാണ് സുധീരൻ ഇതാണ്, സുധീരല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, സുധീരൻ്റെ ഓർമ്മ മൊത്തം വരികയെന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ അതിനെ താഴെ ഞാൻ എഴുതിയിട്ടായിരുന്നു ഈ പറഞ്ഞ മൊത്തം കള്ളണം, ഇവള് ഉടായ്പാണെന്ന് എഴുതിയത്. ഇതിനെയും തൂക്കിക്കൊണ്ട് ഇവിടെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ സ്റ്റേഷൻ്റെ പേര് മറന്നുപോയി. അവിടെ കൊണ്ട് പരാതി കിട്ടും. അങ്ങനെ SI വിളിക്കുന്നു, CA വിളിക്കുന്നു, വനിതാ പോലീസ് വിളിക്കുന്നു. ഒരു ദിവസം ഉള്ളവർ എന്നെ ഒരു 3 ദിവസം തന്നെ അവർ വിളിക്കുന്നു വരാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ എന്താ പറയുന്നത് ചോദിച്ചു. അതിന് കംപ്ലൈൻറ്റ് കിട്ടി. അപ്പോൾ കംപ്ലൈൻറ്റ് നിങ്ങൾ കസ്റ്റമർ എൻ്റെ സ്റ്റേഷനകത്ത് അറിയിക്കാൻ പറഞ്ഞു. അത് വേണ്ട, അവിടെ നിന്ന് പറ്റുള്ളൂ പറഞ്ഞ് തീർക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞ് തീർക്കാൻ ഞാൻ നമ്മളെ കുടുംബശ്രീയല്ലല്ലോ നമ്മൾ വിളിച്ചത്. ഞാനും അവരുടെ ബന്ധം ഞാനെല്ലാം കഴിച്ചത്, സുധീരൻ എല്ലാം കഴിച്ചത്. എൻ്റെ സുധിച്ചേട്ടാ എന്തൊക്കെയാ ഈ കേൾക്കുന്നേ? സുധിച്ചേട്ടൻ്റെ ഫോട്ടോ കാണുന്നത് വരെ ചേച്ചിക്ക് ചൊറിച്ചില്ല. കേട്ടല്ലോ നിങ്ങൾ. ഈ വ്യക്തി ഒരു ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് വേണ്ട, അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അയ്യേ, എനിക്ക് പുള്ളിയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. വേണ്ട, സീന, ഉറങ്ങാൻ പറ്റത്തില്ല രാത്രിയിൽ. ഇപ്പോഴാണ് ഞാൻ സമാധാനത്തിൽ കിടന്നൊന്ന് ഉറങ്ങുന്നത്. ആ മോഡാണ് നമ്മുടെ രേണു. പിന്നെ ചേച്ചിക്ക് ഫെയിം വേണം, അതിന് വേറെ മാർഗമൊന്നുമില്ല. ശ്രദ്ധിച്ചേട്ടാ, എൻ്റെ ശ്രദ്ധിച്ചേട്ടാ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാലേ ആ ഒരു സാധനം ഉണ്ടാകത്തുള്ളൂ. അത് വെച്ചിട്ട് മാക്സിമം ഉണ്ടാക്കിയിടേ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ബിഗ് ബോസ് വരെ എത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ ഭാഗ്യമൊന്നുമല്ല കേട്ടോ രേണു എന്ന് പറഞ്ഞ ആളുടെ. ഈ സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചത് കൊണ്ട്, ലിറ്ററലി ഞാൻ പറയുകയാണ്, മരിച്ചത് കൊണ്ട് മാത്രം ഒരുപാട് ഉണ്ടായ ഒരു വ്യക്തിയാണ് പുള്ളിയുടെ ഭാര്യ എന്ന് പറയുന്ന ഈ രേണു, അല്ലേ? എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇപ്പോൾ രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. സുധിച്ചേട്ടനെ ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല, ചാൻസ് കുറവായിരിക്കും. പുള്ളിയെ അറിയാത്തവർക്ക് പോലും രേണുവിനെ ഇപ്പൊ എന്തായാലും അറിയാം. അത്രയ്ക്കും ഫേമസ് ആയിട്ടുണ്ട് നമ്മുടെ തുത്തുടു വാവ. ബാക്കി ഒന്ന് കണ്ടാലോ? അങ്ങനെ ചെയ്ത അറിയണം ഈ പുള്ളിക്കാരി ചെയ്യുന്നത് ഉടായ്പിന്റെ ഇതാണെന്ന് അറിയണം. ഒരാളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ഒരാളെ പിന്നെ വേറെ മീഡിയയിൽ ഒന്നും പോയി ഇഷ്ടമെന്ന് പറയുന്നത് മോശമല്ലേ? കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയോട് രേണു സുധിക്ക് യാതൊരു വിധ താല്പര്യമില്ലായിരുന്നു. പിന്നെ രേണുവിന്റെ ഇൻസ്റ്റയിൽ നോക്കിയാൽ പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ ഉള്ളത് ജെൻസാണ് ഏറ്റവും ഉള്ളത്.
പിന്നെ വേറൊരു പയ്യന്റെ ഫോട്ടോ അയച്ചിരുന്നായിരുന്നു. ഒരു താടി വെച്ചൊരു പയ്യന്റെ ഫോട്ടോ അയച്ച അപ്പൊ തന്നെ ഫോട്ടോ ഇല്ലായി പോവുകയും ചെയ്തു കളയും. ആ പയ്യന് ഇഷ്ടമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. കേട്ടല്ലോ, ഒരു താല്പര്യവും. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന എന്റെ സുധിച്ചേട്ട എന്നുള്ളൊരു കഥ കണ്ടപ്പോഴത്തേക്ക് ഈ പുള്ളി പോയി കമന്റ് ഇട്ടു. അതൊക്കെയാണ് പുള്ളി പറയുന്നത്, നിങ്ങൾ കേട്ടല്ലോ. ഞാൻ പിന്നെ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലേ. പുള്ളി എന്നിട്ട് കോട്ടയത്തേക്ക് വിളിപ്പിക്കുന്നു, പുള്ളി പോയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പോകാനൊന്നും ഇരിക്കത്തില്ല, പോലീസുകാർ വിളിച്ചു കഴിഞ്ഞാൽ പോയേ പറ്റത്തുള്ളൂ. പിന്നെ ചേച്ചിയുടെ ഒരു സ്വഭാവം ഇതാ, അവിടെ കൊണ്ട് കേസ് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ ചേച്ചിക്കെതിരെ വല്ല തിരുവനന്തപുരത്തും കാസർഗോഡും ഒക്കെ കൊണ്ട് കേസ് കൊടുക്കണം, എന്നിട്ട് അതിന് ഇവർ കടന്ന് 2 പ്രാവശ്യം ഓടണം. അപ്പോഴേ ഇവർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാകത്തുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ ഈ സ്ത്രീ പറയുന്ന കള്ളമാണെന്ന് പറഞ്ഞാൽ ഉടനെ ഇവർ കൊണ്ട് കേസ് കൊടുക്കുക. എന്നതാ ഇപ്പൊ തന്നെ ഇവര് തന്നെ തെളിയിച്ചും തരും ഇവർ പറയുന്നതൊക്കെ കള്ളമാണ്. കണ്ടില്ലേ, എയർ ഹോസ്റ്റസ്, എയർ ഇന്ത്യ, ബാംഗ്ലൂരു, തിരുവനന്തപുരം, ഫ്ലൈ അങ്ങോട്ട് ഫ്ലൈ ഇങ്ങോട്ട്. ബിഗ് ബോസിലോട്ട് ചെന്നപ്പോഴത്തേക്ക് പോയ ഫ്ലൈറ്റിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയത്തില്ല. അതാണ് എയർ ഹോസ്റ്റസ്, നല്ല എയർ ഹോസ്റ്റസ്. എയർ ഇന്ത്യയുടെ ഒന്നും പേര് പറയില്ലേ, അവർ കൊണ്ട് മിക്കവാറും ഈ സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം ചെയ്യാൻ. ആ ഒരു സ്ഥാപനത്തിനെ, ആ ഒരു കമ്പനിയെ നശിപ്പിച്ചു അല്ലെങ്കിൽ അവർക്ക് ചീത്തപ്പേരുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എന്നാലേ ഈ പെണ്ണുമ്പിള്ള പഠിക്കത്തുള്ളൂ. ഈ വായു വരുന്നതെല്ലാം മറ്റേ കോതയ്ക്ക് വാട്ടെന്നും പറഞ്ഞ് വിളിച്ച് കൂന്നുണ്ടല്ലോ, അതിനുള്ളൊരു സ്റ്റോപ്പ് വരണമെങ്കിൽ ഇവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പണി കിട്ടണം. പിന്നെ ബാക്കി നമുക്ക് കുറച്ച് മയക്കങ്ങളുടെ കുറച്ച് പരിപാടികളുണ്ട്. മയക്കം നോക്കിയാൽ ചെറിയ സാധനങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്, ഒന്ന് കേട്ടോ. വൈഫിന്റെ കാര്യം, കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് അതൊക്കെ നീട്ടിപ്പോയില്ല. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണം. അപ്പൊ താങ്കൾ പറയുന്നു കല്യാണം കഴിക്കാൻ രേണുസുതി താങ്കളോട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. അതേ രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, താങ്കളോട് പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുധി എന്ന വ്യക്തിയോട് അവർക്ക് വലിയ താല്പര്യം. അപ്പൊ അങ്ങനെ താല്പര്യമില്ലാത്ത അതേ മുഖച്ചായുള്ള താങ്കളോട് അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തേണ്ട കാര്യം എന്തായിരിക്കും? അല്ല, നമ്മൾ അത്ര ഒരു ബന്ധം അവരുടെ കുടുംബത്തോട് നമുക്ക് ഉണ്ടായിരുന്നു. അവരുടെ മോൻ വിളിക്കുന്നു, അവരുടെ അച്ഛനെ വലിയ കാര്യമായിരുന്നു. അമ്മ ഒരിക്കലും കണ്ടപ്പോൾ നല്ല കരച്ചിലും കാര്യമായിരുന്നു. മോൻ കരഞ്ഞ് അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു. പിന്നെ പുള്ളിക്കാരി എവിടെയും പോകുമ്പോഴും നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ സൗഹൃദം ഉണ്ടായി, അത് താങ്കളുടെ വൈഫിനും അറിയായിരുന്നു? അറിയായിരുന്നു. രേണുസുതി ഇങ്ങനെ വിവാഹ അഭ്യർത്ഥന നടത്തിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയായിരുന്നു. അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, പുള്ളിക്കാരി ചിരിക്കുകയാണ്. പുള്ളിക്കാരി പറയാൻ പുള്ളിക്കാരി ഓരോ പോയത് കാണുമ്പോൾ പുള്ളിക്കാരി ഇഷ്ടമല്ല, സത്യമായ വൈഫിന് ഇഷ്ടമല്ലേ പുള്ളിക്കാരി. ഇന്നലെ വരെ എന്റെ വൈഫ് വിളിച്ചിട്ട് പറയുന്നത് എന്റെ കാമുകയാണെന്നത്. ഇതൊക്കെ കാണുമ്പോഴേ അതാണ് മീഡിയയിൽ നമ്മൾ മുമ്പ് വരാത്തത് കാര്യം. കല്യാണം കഴിച്ചവരോട് മാത്രമേ രേണുസുതിക്ക് താല്പര്യമുള്ളൂ. രേണുസുതി ഇടയ്ക്കിച്ചിരി കല്യാണം കഴിക്കാത്തവരോടൊക്കെ ഒരു താല്പര്യം വരണമെന്നേ, ഒരു രസം. അതോ ഇനിയും ഈ കല്യാണം മനസ്സിലായി എക്സ്പീരിയൻസ്ഡ്. പിടി ആ ഒരു മോഡായിരിക്കും അല്ലയോ? കൊള്ളാം. കേട്ടല്ലോ, ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. രേണുസുതിയെ വളരെയധികം അറിയാവുന്ന, രേണുസുതിക്ക് കാശ് കൊടുത്തിട്ടുള്ള പല ആളുകളുമാണ് ഇതൊക്കെ പറയുന്നത്. സത്യമാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടാ. ഒരു പരിധി കൂടുതൽ വന്ന് പറയുന്നതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ആ ഇന്റർവ്യൂ ചെടുക്കുന്ന ചേട്ടൻ തന്നെ ചോദിക്കുന്നത് കേട്ടില്ലേ, നിങ്ങളെ ഇഷ്ടമാണ് കെട്ടണമെന്ന് പറയുകയും ചെയ്യും, എന്നാൽ സുധിച്ചേട്ടൻ്റെ മോന്ത കാണണ്ടെന്ന് പറയുകയും ചെയ്യും. അപ്പം പുള്ളിയുടെ മുഖസാദൃശ്യമുള്ള ഒരാളെ എങ്ങനെ എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ട്. എന്താണെങ്കിലും പുള്ളി പറയുന്നു, ഒന്നുമില്ല എന്തായാലും ഒരുത്തം വന്ന് പറയത്തില്ലല്ലോ, പണി വാളുമല്ലോ. ഇനിയിപ്പം രേണു ഇറങ്ങട്ടെ, എന്നിട്ട് രേണുവിന് എന്താ മറുപടി പറയാനുള്ളതെന്നൊക്കെ നമുക്ക് കേൾക്കാം. തൽക്കാലം ഇത്രയും മതി, കൂടുതലൊന്നും എനിക്ക് താല്പര്യമില്ല. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ ലൈവിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ മാമനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് കേക്ക് പ്രിയപ്പെട്ടവരെ, എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ കേക്ക് പ്ലീസ്. കുറച്ച് കാര്യങ്ങൾ, വേറൊന്നും അല്ല. പണിപ്പുര ടാസ്ക് അവിടെ കഴിഞ്ഞു. ഇന്നും പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. 3 കല്ലുകൾ എടുക്കണമായിരുന്നു. ഒന്ന് ഡെസ്റ്റിനി കല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറിലൊരു കല്ലായിരുന്നു. പിന്നെ നമ്മുടെ റെഡ് കല്ലുണ്ടായിരുന്നു, ഗോൾഡൻ കല്ലുണ്ടായിരുന്നു. ഇത് 3 പണിപ്പുര ടാസ്കിൽ പോയി എടുക്കേണ്ടത്. ടാസ്ക് ഒക്കെ അറിയാലോ, ഇനി വീണ്ടും എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എന്താണെങ്കിലും ഈ ടാസ്കിൽ അക്ബറിനാണ് കൂടുതൽ കല്ല് കിട്ടിയത്, 2ാമത് അബിക്ക്, 3ാമത് നമ്മുടെ ഷാനവാസിന്. ഇവർ 3 പേരുമാണ് കല്ലെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വേറൊരു സാധനം കൂടെ നമ്മുടെ പുകഞ്ഞ പുള്ളി പുറത്ത്, അതിന് വേണ്ടിയിട്ടൊരു സാധനം നടക്കുകയാണ് അവിടെ. അതായത് ഈ മൂന്ന് പേർക്കും ഇതില് നമ്മുടെ അക്ബറിനാണ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയിരിക്കുന്നത്, പിന്നെ അബിക്കും. സോ ഇവർക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ട് ബിഗ് ബോസ് ആ ഒരു ലിവിങ് ഏരിയയിൽ ആ ഒരു കൗച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ മറ്റേ ആ ടേബിൾ ഉണ്ടല്ലോ ഫ്രണ്ടിലുള്ള, അവിടെ 2 കല്ല് വെക്കുകയാണ്. ഒന്ന് ഒരു ബ്ലൂ കളർ ഡെസ്റ്റിനിയും പിന്നെ ഗോൾഡും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഷാനവാസിന് ചൂസ് ചെയ്യാന്ന് പറയുന്നു, മറ്റേത് അബിക്കും കൊടുക്കാം. സോ നമ്മുടെ ഡെസ്റ്റിനി അതാണ് ഷാനവാസ് എടുക്കുന്നത്, അബിക്ക് ഗോൾഡും കൊടുക്കുന്നു. ഈ ഡെസ്റ്റിനി കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ അക്ബറിന്, ഞാൻ പേര് പറഞ്ഞ മാറിപ്പോയി, അക്ബറിനാണ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയിരിക്കുന്നത്. സോ അക്ബറും അബിക്കും ഇവർക്ക് 2 പേർക്കും കോയിൻ എടുക്കാം. അക്ബർ ഈ ഡെസ്റ്റിനി എടുത്തു. സോ അക്ബറിന് സ്വാപ്പ് ചെയ്യാം.
ഈ രാത്രിയിലത്തെ ടാസ്ക് ഉണ്ടല്ലോ, രാത്രി പുറത്ത് കിടക്കുന്ന നമ്മുടെ ഷാനവാസ്, പിന്നെ ജിസയില്, പിന്നെ നമ്മുടെ ശൈത്യ, ബിൻസി, ഇവര് 4 പേരിൽ സ്വാപ്പ് ചെയ്യാം. അകത്തിപ്പോൾ കിടക്കുന്ന ഒരാളെ പുറത്തേക്ക് ആക്കിയിട്ട് ഇവരിൽ ഒരാളെ എടുത്ത് അകത്തോട്ട് തട്ടാം എന്നൊരു സാധനമാണ് നമ്മുടെ അക്ബറിന് കിട്ടിയത്. അങ്ങനെ നമ്മുടെ അക്ബർ ഷാനവാസിനെ എടുത്ത് അകത്ത് തട്ടി. എന്നിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഉണ്ടല്ലോ, മുൻഷി രഞ്ജിനെ അങ്ങനെ പവർ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ അക്ബർ എന്ത് കാണിച്ചു? ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കളി. ഷാനവാസിനെ എടുത്ത് അകത്ത് തട്ടിയേച്ച് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഉണ്ടല്ലോ, അങ്ങേരെ എടുത്ത് അങ്ങ് പുറത്ത് തട്ടി. ഇത് അവിടെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, മിക്കവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അപ്പാനിക്ക് ഈ രഞ്ജിത്തേട്ടനോട് ഒരു ചെറിയ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പിന്നെ സരിക, ഇവർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും പരിപാടി അവിടെ തീർന്നു. അതിനുശേഷം അവിടെ എവിടെയൊക്കെ ആയിട്ടിരുന്ന ചെറിയ ചെറിയ സംസാരങ്ങൾ നമ്മുടെ അപ്പാനി അടുത്ത ഗെയിം സ്ട്രാറ്റജി നേരെ നമ്മുടെ ജിസൈലിൻ്റെ ഒക്കെ അടുത്ത് വന്നിരുന്നിട്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇങ്ങനെ ലൈക്ക് അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പുള്ളിക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അപ്പാനി ആ ഒരു ഗെയിം ജിസേലിൻ്റെ അടുക്ക പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതേപോലെ ചിലപ്പോൾ നിങ്ങളെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്ത് അകത്ത് കയറ്റുമെന്നാണ് വിചാരിച്ചത് എന്നൊരു സാധനം പറയുന്നുണ്ട്. കാരണം ഷാനവാസിനെ പുറത്ത് പോകണം. ഈ പുറത്ത് കിടന്നുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതായത് ഇവർ ഉറങ്ങിപ്പോയാൽ പൊക്കിയെടുത്ത് ആ റെഡ് ലൈനിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിപാളി, നേരെ ഔട്ടാണ്. സോ ആ ഒരു ടാസ്ക്, ആ ഒരു റിസ്ക് ഷാനവാസിന് തന്നെ ഇരിക്കട്ടെ എന്നാണ് ബാക്കി എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഷാനവാസിനെ ബുദ്ധിപൂർവ്വമുള്ള കളിയിലൂടെ ഞാൻ പറയട്ടെ, എല്ലാവരും നമ്മുടെ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വലിയ ഗെയിം സ്ട്രാറ്റജി ഒന്നും ഇല്ല. ഉള്ളത് തുറന്നു പറയുകയാണെങ്കിൽ രേണുവിനൊരു മാങ്ങയില്ല, ഒരു സ്ട്രാറ്റജി ഇല്ല. ശാരിക ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ല. പക്ഷെ അക്ബർ, അപ്പാനി, ജിസൈലിനാണെങ്കിലും ആവശ്യത്തിന് നിൽക്കാൻ അറിയാം, ആവശ്യത്തിനുള്ള ഗെയിം ഇറക്കാൻ അറിയാം. പക്ഷെ അക്ബർ, ആര്യൻ, ഷാനവാസ് ഇവരുടെയിലൊക്കെ ഗെയിമുണ്ട്. നമ്മുടെ അനീഷിൻ്റെയിലും ഉണ്ടൊരു ഗെയിം. പക്ഷെ അനീഷിൻ്റെ ഗെയിം ഒരു വേസ്റ്റ് ഗെയിമാണ്. അവന് തന്നെ അതിനകത്ത് നിന്ന് കളിക്കാൻ പറ്റുന്നില്ല അവൻ്റെ ഗെയിം. അതാണ് പ്രശ്നം. അവന് തന്നെ അവൻ്റെ ഗെയിം സ്ട്രാറ്റജി കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം, അവനൊരു ലിസണർ അല്ല. ഒരു ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗെയിമിനെ പറ്റി ഒരു തേങ്ങ അറിയാതാണ് ഇവൻ ഈ ഗെയിം കളിക്കാൻ ഇറങ്ങുന്നത്. ഗെയിം ഇൻ ദ സെൻസ് ടാസ്ക്, അങ്ങനത്തെ കുറച്ച് മണ്ടത്തരങ്ങൾ ഇവൻ്റെ ഭാഗത്തുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവനും നല്ല രീതിയിൽ മുന്നോട്ട് വരേണ്ട ഒരാൾ തന്നെയാണ്. ഒരു ഗെയിം കളിക്കണമെന്നൊരു സാധനം ഉണ്ട് അവന്, പക്ഷെ മണ്ടനാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ നമ്മുടെ പണിപ്പുര ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ബാക്കി ഇനി ഞാൻ പോയി ലൈവ് കണ്ടിട്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വേഗം വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.